ഷിബുമിരാൻ, ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നൽകിയ ഉറപ്പ് അത് പ്രതിപക്ഷ എംപിമാർ അങ്ങ് വിശ്വസിക്കുകയാണോ? കാരണം ഇതിൽ പരിഗണിക്കാം എന്നതിനപ്പുറം ഉറപ്പ് എന്ന രൂപത്തിലൊന്നുമില്ല. ഒരു ആശ്വാസം നൽകുന്ന പ്രതികരണം അത് ജെ പി നഡ്ഡയുടെ കാര്യത്തിലായാലും അങ്ങനെ മാത്രമാണ് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ശക്തമായി ഉന്നയിക്കാൻ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം തയ്യാറാകണ്ടേ? അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്കെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനമായി CPM ഉയർത്തുന്നത്. പിന്നെ സ്മൃതി, തീർച്ചയായും ഇതിപ്പോ ഒരു ഒറ്റ ഉറപ്പിന്റെ മേൽ ഇത് പാലിക്കപ്പെടാവുന്ന സംഗതിയല്ല. ഇപ്പോഴത്തെ BJP സർക്കാർ പോലെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഗവൺമെന്റിൽ നിന്ന് ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ തുടർച്ചയായ ഫോളോ അപ്പും ഇടപെടലുകളും ഉണ്ടാവണം. പിന്നെ ഞങ്ങളിതൊന്നും ശ്രദ്ധിക്കും. ഇന്നലെയാണല്ലോ ഇപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി കേരള ഹൗസിൽ യോഗം വിളിച്ചത്. ഇവിടെ നിന്നുള്ള എല്ലാ MP-മാരും അവിടെ പോയി പങ്കെടുത്തിട്ടില്ലേ? ഇതിൽ കൂടുതൽ എന്ത് പിന്തുണയാണ് കേരളത്തിന് നൽകേണ്ടത്? പിന്നെ CPM-ന് ബോധ്യപ്പെടുന്ന അളവിൽ കേരളത്തിലെ UDF-ന്റെ MP-മാരുടെ പ്രവർത്തനം ഉയരുക എന്ന് വെച്ചാൽ അത് അസാധ്യമാണ്. അവരുടെ പ്രോഗ്രസ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ലല്ലോ, അതിനകത്ത് കിട്ടില്ലല്ലോ. അതിന്റെ രാഷ്ട്രീയം നമുക്ക് നേർക്കേറെ ബോധ്യമുള്ളതാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങളോട് UDF-ന് പ്രതിബദ്ധതയോടെ പറയാൻ കഴിയും, ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റും കേരള സർക്കാരും തുല്യ ഉത്തരവാദികളാണ് എന്ന നിലപാട് ഞങ്ങൾക്കുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിൽ ഈ ആശാ തൊഴിലാളികളുടെ, ഈ വർക്കർമാരുടെ പ്രശ്നം എത്തിക്കുന്നതിൽ സാധ്യമായ എല്ലാ നിലക്കും ഇതിന്റെ ഫോളോ അപ്പും തുടർച്ചുള്ള ഇടപെടലുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷെ അതോടൊപ്പം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് ഓർമ്മപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഈ അധിക്ഷേപ വാക്കുകൾ ഒക്കെ കേൾക്കേണ്ടത്. ഇപ്പോൾ ഫെബ്രുവരി 16-ാം തീയതി ഒരു ചർച്ച നടന്നില്ല എന്നാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏത് തൊഴിലാളി സമരമാണ് സ്മൃതി ഒരൊറ്റ ചർച്ചയിൽ അവസാനിച്ചിട്ടുള്ളത്? പിന്നെ ഒരു ചർച്ച വേണമെങ്കിൽ ഈ പാവപ്പെട്ട ആശാ തൊഴിലാളികൾ പോയി കാത്തുകെട്ടി കിടക്കണോ? ആ വിഷയം പരിഹരിക്കുന്നത് വരെ 1, 2, 3 ഘട്ടം ചർച്ച വേണമെങ്കിൽ ആ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാനുള്ള ധാർമ്മികമായ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് ഇല്ലേ? എന്തുകൊണ്ട് ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു കിനാശേരി ഉണ്ട്. അവിടെ സമരങ്ങൾ ഡൽഹിയിൽ മാത്രമേ പാടുള്ളൂ, സമരക്കൊടികളും സമരപ്പന്തലും അവിടെ മാത്രമേ ഉയരാൻ പാടുള്ളൂ. തിരുവനന്തപുരത്ത് കേരളത്തിൽ വന്നാൽ ഒരു പാട്ട് അങ്ങനെ കേൾക്കും. ഏതാണ് ആ പാട്ട്? ചെങ്കൊടിക്ക് കാവലാൾ ചെങ്കനൽ കണൊക്കനാൾ, ചെങ്കൊടിക്കരത്തിലേക്ക് കേരളത്തെ നയിക്കുകയായി എന്ന വാഴ്ത്തുപാട്ട് സെക്രട്ടേറിയറ്റിന്റെ ഉച്ചിയിൽ നിന്ന് കേൾക്കുമ്പോൾ 3.5 കോടി മലയാളികൾ താളത്തിൽ കൈകൊട്ടി വട്ടം തുള്ളി അതിന്റെ കൂടെ നിൽക്കണം. അതല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, ഇവിടെ സമരം ചെയ്യാൻ പാടില്ല, ഇവിടുത്തെ സമരങ്ങൾ മുഴുവൻ അനാവശ്യമാണ്, ഞങ്ങൾ ഇതെല്ലാം ഭദ്രമാക്കുന്നു എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി പറയൂ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറയുന്നത്. അവരുടെ ഓർഡറേറിയം നിങ്ങളല്ലേ കൊടുക്കേണ്ടത്? നിങ്ങളുടെ ഒരു മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിച്ചാൽ പരിഹരിക്കാവുന്ന വിഷയമല്ലേ അത്? അതിനെന്തിനാ കേന്ദ്രത്തെ വലിച്ചിടുന്നത്? നിങ്ങൾ എന്താ തീരുമാനിക്കാത്തത്? നിങ്ങളല്ലേ 10,000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടത്? 10,000 രൂപ പ്രകടനത്തിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് തീരുമാനിക്കാത്തത് തടസ്സം. ഈ ബജറ്റ് പ്രസംഗം ആരംഭിച്ചത് എങ്ങനെയാ? തീക്ഷ്ണമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടം ഇതാ കേരളം കടന്നിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മാറി, പാവപ്പെട്ടവൻ പിച്ചച്ചട്ടിയും കൊണ്ട് വരുമ്പോ ഈ സാമ്പത്തിക പ്രതിസന്ധി കുറ്റം പറയുന്നത് 2006 VS ഒറ്റ പൈസ കൊടുത്തിട്ടില്ല അരുൺകുമാർ. 2006 മുതൽ 2011 വരെ, 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് 1 രൂപ ഈ ആശമാർക്ക് ഓണറേറിയം കൊടുത്തിട്ടില്ല. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ ഓണറേറിയം കൊടുത്ത്. പറയുമ്പോൾ 2006 UDF-ന്റെ പ്രശ്നം. ഇത് ആരംഭിക്കുന്നത് 2006 രൂപ. താങ്കൾ കേൾക്ക്, എന്താണ് ഇത്ര അസഹിഷ്ണുത? എന്താ ഒന്ന് കേൾക്ക്. താങ്കൾ ഒന്ന് കേൾക്കും മിസ്റ്റർ. 13,200 രൂപ ഒരു ആശാ വർക്കർ മേടിക്കുമ്പോ അതിൽ 9,600 രൂപയും സംസ്ഥാന ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. എന്താണ് കേന്ദ്രം ഇച്ചിരി വർദ്ധിപ്പിക്കുന്നു പറയാത്തത്? നിങ്ങൾക്ക് എന്താണ് കേന്ദ്രം എന്താ വർദ്ധിപ്പിക്കുന്നു പറയാത്തത്? 13,200-ൽ അല്ല ഇത് ജനങ്ങൾ കൊണ്ടുപോയി ധനമന്ത്രിയെ കാണുമ്പോൾ കവാത്ത് പറഞ്ഞിട്ട് പോരുന്ന ഏർപ്പാടൊന്നും ഞങ്ങൾക്ക് അവിടെ പറയാൻ ആർജുകൊണ്ട് കൊണ്ടുപോയി കവാത്ത് മറക്കുന്ന പണി ആശമാരുടെ കാര്യം ബിന്ദുവിലേക്ക് പോട്ടെ. ബിന്ദു, നിങ്ങൾ ഇനി സമരത്തിന്റെ സ്വഭാവം ഏത് രൂപത്തിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നു? സെക്രട്ടേറിയറ്റിലെ സമരം 31-ാം ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ്. ഈ സമര രീതി തന്നെയാണോ മുന്നോട്ട് പോവുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലേക്ക് സമരം മാറ്റുമോ? ഇന്നലെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ ഇടതുപക്ഷ പ്രതിനിധികളെ തുടക്കം മുതൽ പറയുന്നതാണ് 13,200 രൂപ ലഭിക്കുന്നു എന്നുള്ളത്. ഞങ്ങൾ അന്നു മുതൽ അവരോട് ആവശ്യപ്പെടുകയാണ്, ഈ 13,200 രൂപ ഈ കഴിഞ്ഞ വർഷത്തിൽ കിട്ടിയ ആശമാരുടെ നിങ്ങൾ അവരുടെ വിവരം ഒന്ന് പുറത്ത് വിട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ, ആശമാർക്ക് കിട്ടാനുള്ള പൈസ വേറെ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി തിരിച്ചു തരണം, എന്നിട്ടേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കത്തുള്ളൂ എന്നും കൂടി ഞങ്ങൾക്ക് പറയേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഈ കള്ളക്കണക്ക് ഇനി പറയണ്ട.
ആർക്ക് കിട്ടിയെന്നുള്ള ലിസ്റ്റ് ഇപ്പൊ തന്നെ അയച്ചു 13,200 തരാം. ആശമാർക്കും എത്ര പേർക്ക് 13,200 കൂടുതൽ ജനുവരി കിട്ടിയെന്നുള്ള കണക്ക് 2025 34.27% ആളുകൾക്ക് 34.57% ആളുകൾക്ക് നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ അയച്ചു തരാം. അവരെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുമോ? അതെ, കണക്ക് വരുമ്പോ ബുദ്ധിമുട്ട് വരും. അല്ല, കണക്ക് ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കണക്ക് ചോദിച്ചപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൊല്ലത്തുള്ള ഒരു ആശാപ്രവർത്തകയുടെ ഫോട്ടോ ദേശാഭിമാനി കിടക്കുന്നുണ്ട്. എനിക്ക് 13,400 രൂപ കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കാണുന്ന ഒരു ആശാവർക്കും ഈ ജനുവരിക്ക് മുമ്പ് ഒരു 13,200 രൂപ ഒന്നും കിട്ടിയിട്ടില്ല. അത് പോട്ടെ, അത് കള്ളക്കണക്കാന്നുള്ള ആരും പൊളിഞ്ഞായിരുന്നു. ഞങ്ങൾ എന്തായാലും ഈ സമരം ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഈ ഡിമാൻഡുകൾ മഴയും വെയിലും ഒക്കെ കൊള്ളാന്ന് വിചാരിച്ച് 31 ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിൽ കിടക്കില്ലല്ലോ ഡോക്ടർ അഡ്വക്കേറ്റ് അരുൺ. അല്ല, സമരം ഈ പ്രകടന പത്രികയിലൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തെ വെറും വാഗ്ദാനം. പണ്ടൊരു BJP നേതാവ് പറഞ്ഞാണ്. അതാണോ ഇടതുപക്ഷത്തെ സംബന്ധിച്ചു അതാണോ സമീപനം? അല്ല, പ്രകടന പത്രികയൊക്കെ നടപ്പാക്കേണ്ട സമയത്ത് ഗവൺമെന്റിനെ അംഗീകരിച്ചു. അങ്ങനെയാണ് 2026 വെച്ചിരിക്കുകയാണോ മാധ്യമങ്ങൾ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ? അല്ല, മാധ്യമങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണെങ്കിലേ ഒന്നാം പിണറായി സർക്കാരിന് തുടർച്ചയുണ്ടാവില്ല. അതൊക്കെ ജനങ്ങൾക്കറിയാം. ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ഞങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റും ജനങ്ങളോട് അത് കൃത്യമായി വാക്കുപാലിക്കും. അല്ല, 3-ാം വട്ടം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിനെ കുറിച്ചല്ലല്ലോ, 31 ദിവസമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ കുറിച്ചാണല്ലോ, അല്ലേ? ഏതായാലും അതൊക്കെ ജനങ്ങളുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് കൃത്യമായി ജനത്തിൽ പെടില്ലേ? 26,000 വരുന്ന ഈ ആശാവർക്കർമാർ ജനത്തിൽ പെടില്ലേ? 35 കൊല്ലം ഏത് ജനത്തെയാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തിയത്? ഏത് ജനത്തെയാണ് നിങ്ങൾ ബോധ്യപ്പെടുത്തിയത്? 26,000 ഒരു 400 അല്ല 26,000 400 പേരിൽ താഴെയുള്ളവർ ആശാവർക്കേഴ്സ് അല്ല. ഭൂരിഭാഗം ആളുകളും അവിടെ സമരം നടത്തുന്ന ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ജനങ്ങളുടെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് വിഷയമൊക്കെ ഉദ്ദേശിച്ചത് ഈ സമരം ചെയ്യുന്നവരെ അധിക്ഷേപിക്കുന്നതെങ്കിലും പരമാവധി ചുരുക്കുന്നത് നന്നായിരിക്കും. ഈ ജനം എന്ന് പറയുന്നത് നിങ്ങളെ പിന്തുണയ്ക്കുന്നവർ മാത്രമല്ലല്ലോ ജനം. നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും പിന്തുണയ്ക്കുന്നവർ മാത്രമല്ലല്ലോ ജനം. ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.